ചില നാളുകൾക്ക് മുന്നമേ ഞങ്ങളോട് സംസാരിച്ചതാണ് കർത്താവ് ഒരു ലയൺ and eagle generation. Many months back itself the Lord spoke to us. God is raising up a lion eagle generation. 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 എല്ലാ മാതാപിതാക്കളും വിശ്വസിക്കുന്നു നിങ്ങളുടെ മക്കൾ lion eagle generation. All the parents believe lion eagle generation for your children. Your children will be generation lion eagle generation. Lion eagle generation. Lion eagle generation. Qualities of lion and qualities of eagle. ഈഗിളിന്റെയും ലയന്റെയും ഗുണമേന്മകൾ ഉള്ള ഒരു തലമുറ. A generation with qualities of lion and of eagle. ലയന്റെ ഗുണമേന്മകൾ എന്തൊക്കെയാണ്? What are the qualities of lion? ഒന്ന്, ലയൻ പ്രൊട്ടക്റ്റീവ് ആണ്, അതിന്റെ ടെറിട്ടറി. Number one, lion is protective. It protects the territory. അതിനൊരു ഇമാജിനറി ടെറിട്ടറി ഉണ്ട്. So it has an imaginary territory. വനത്തിലായിരിക്കുമ്പോൾ അതിനൊരു ഇമാജിനറി ടെറിട്ടറിയിൽ ആവശ്യമില്ലാതെ ആരെങ്കിലും കയറിയാൽ, even inside when in the forest, if someone enters or strolls into that imaginary territory, അതിന്റെ ലാസ്റ്റ് ഡേ that will be the last day. അതുപോലെ ഒരു തലമുറ എഴുതേക്കാൻ പോകും. A generation will rise up like that. നിന്റെ ടെറിട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു തലമുറ. Protect your territory. നിന്റെ സ്പിരിച്വൽ ടെറിട്ടറിയിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും പിശാചുക്കൾ കയറുകയാണെങ്കിൽ, if any demons are entering your spiritual territory, അവന്റെ ലാസ്റ്റ് ഡേ ആയിട്ട് തീരാൻ പോകും. let that be the last day. സ്വന്തം ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു യങ് ജനറേഷൻ. A generation which will protect their own territory. ലയന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലയൻ ബ്രേവ് ആണ്. The other thing is the lion is very brave. അസാധാരണ ധൈര്യം. Very brave, extraordinary brave. ആക്ച്വലി ഈ ആനയ്ക്ക് സിംഹത്തെ കൊല്ലാൻ നോക്കും. Actually elephant can actually kill a lion. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിംഹത്തിന് ആരെയും പേടിയില്ല. The only difference is lion does not fear anyone. ആനയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചാടി അവന്റെ തലയിൽ കയറും. And if the lion sees an elephant, that's immediately ഏതെങ്കിലും ആന വരികയാണെങ്കിൽ കണ്ടോണ്ടിരിക്കും, ചാടി തലയിൽ കയറിക്കോളും. If some elephants are coming, don't look at them, jump on its head. നിന്റെ കാൽ കീഴാക്കണം. Make it under your feet. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആനയുടെ ശാസ്ത്രം കൂടെ പറയാം. So let me tell the sides of the elephant. ഞാൻ ഒരിക്കൽ വെസ്റ്റ് ബംഗാളിലൊരു വനത്തിന്റെ അരികിൽ താമസിക്കുമ്പോൾ, വനത്തിന്റെ അരികിൽ വനത്തിന്റെ ബോർഡർ, I was staying in a house which is in the border of a forest. ആ വീട്ടുകാരനോട് പറഞ്ഞു ഇവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞു. So the house people told me the elephant will come in the night. ചെറിയ വീടാ, small house. അപ്പോൾ ആന ഇറങ്ങി, പാസ്റ്റർ കാണും പുറത്ത് ആന ഇറങ്ങി, ആനയുമായിട്ട് ആന മുന്നേ വരിക, പാസ്റ്റർ മുന്നേ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തണം, ആനയെ കണ്ട് ഭയപ്പെടരുത്. So one thing they told me, Pastor, when you step out in the night, if at all you see an elephant and you see an elephant, don't fear. ആനയെ കണ്ട് ഓടിയാൽ നിന്റെ അവസാനമാണ്. If you run seeing an elephant, it will be the last time. ആനയെ മുഖാമുഖം കണ്ടാൽ, if you see the elephant face to face, അതിന്റെ കണ്ണിൽ നോക്കിയോണം. if you keep looking at the eye, ഒരു സ്റ്റെപ്പ് നീ പുറകോട്ട് വയ്ക്കരുത്. don't take a step backwards. നിന്റെ ഇമോഷൻസ് സ്ട്രോങ് ആയിരിക്കണം. Your emotions should be very strong. ബ്രേവ് ആയിരിക്കണം. You should be brave. അവന്റെ കണ്ണിൽ തന്നെ നോക്കിയോണം. You should look at the eyes. ആന അവിടുന്ന് ചലിക്കത്തില്ല. Elephant will not move from there. കുറച്ച് കഴിയുമ്പോൾ, after some time, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. one step you should take it forward. നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ, if you take one step forward, ആന ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകും. elephant will take one step backwards. വാ വാ വാ. സകല പുള്ളികളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ഈ മൃഗങ്ങൾക്ക് പോലും നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ്, ഫിയർ ഉണ്ടെങ്കിൽ ആ ഫിയറിനെ അവർക്ക് എങ്ങനെ, അവരെല്ലാം ഇൻസ്റ്റിങ്ക്റ്റിലല്ലേ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Even the animals can actually, അവർക്കത് സെൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. Science says that even the animals can actually sense the emotions in humans. നമ്മുടെ ഉള്ളിൽ ഭയമില്ലെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് പിന്നെ പുറകോട്ട് സ്റ്റെപ്പ് വയ്ക്കാനേ ഒക്കുള്ളൂ. If the elephant is sensing that there is no fearness, automatically the elephant has to take a step backwards. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണല്ലോ. So when I heard that, that's when I understood this is a great spiritual principle. ഏത് പ്രതികൂലം വന്നാലും നീ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കരുത്. Any problem comes, you should not take a step backwards. ഏത് പിശാച് മുന്നേ വന്നാലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കരുത്. You should not take any step. If any kind of a demon comes, നിന്നെ ആക്കിയ പൊസിഷനിൽ നീ നിൽക്കുക. You stand in the position where you are. ഒരല്പം കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. Take one more step forward.
അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുന്ന നീ കാണാൻ പോകും. You will see that he will run away from you. പിശാചിനെ ഓടിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. നിന്നെ കണ്ട് ഓടും പിശാച്. അതേപോലെ ബ്രേവായിട്ടുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. A brave generation is arising. സിംഹത്തിന് അതേപോലെയുള്ള ധൈര്യമുണ്ട്. So the lion has boldness. പിന്നീട് സിംഹത്തിൻ്റെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ they work as a team. ഒരു ടീമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. A specialty of lion is that they work as a team. വരാൻ പോകുന്ന ഈ ഉണർവിൽ ദൈവം, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉണർവിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്ന യുവജനങ്ങൾ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ മനസ്സുള്ളവരായി. In this revival, pastors and even youngsters, they will have a heart to work together for revival. പേഴ്സണൽ അജൻഡാസ് ഒന്നുമില്ല. There's no personal agendas here. ഞാൻ ഇവിടെ കണ്ടതാണ്. ആർക്കും ഒരു പേഴ്സണൽ അജൻഡ. I saw that no one has a personal agenda here. ഞാൻ പാസ്റ്റർ അനീഷിനെ വാച്ച് ചെയ്യാറ്. I was watching Pastor Anish. ഒരു പേഴ്സണൽ അജൻഡ. No personal agenda. പാസ്റ്റർ റൈസിനോട് വന്നു. Pastor Raisin is coming. അതിന് പേഴ്സണൽ അജൻഡ ഒന്നുമില്ല. No personal agenda. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ കർത്താവ് ഒരുമിപ്പിച്ച് നിർത്താൻ പോകുകയാണ്. And God is bringing that kind of a group together. ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്യുന്ന ഈ റിവൈവൽ ഒരു സംഘം ടീമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു. In this revival, the Holy Spirit is leading, raising up. A team is going to arise. മാത്രമല്ല അതാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. That is the future of the nation of India. ടീമായിട്ട് കർത്താവ് യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. The Lord is going to rise up team. ഓരോരോ ദേശങ്ങളെ പിടിച്ചെടുക്കുവാൻ വേണ്ടി. To capture each nations. ആ കൂട്ടത്തിലുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവരുടെ മേൽ ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴട്ടെ. And if those people are sitting here, come on, receive the mantles. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേലും ആ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴട്ടെ. Online, those people are watching, same time mantles are following. പിന്നെ സിംഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? The next specialty of the lion. ഇതിങ്ങനെ ഇര പിടിക്കാൻ വേണ്ടി ഒന്നും പുറകെ അവിടെ ഇവിടെ ഒന്നും പോകത്തില്ല. It will not roam around here to catch the prey. എവിടെ ആയിരിക്കുന്നു Wherever he is, അവിടെ ഇരുന്നുകൊണ്ട് റോറിംഗ് ആണ്. he will roar. Roar. സിംഹം ഇവിടെ കിടന്നുകൊണ്ട് തന്നെ റോർ. And the lions there itself will roar. ഈ റോറിംഗ് കേൾക്കുമ്പോൾ In the roaring, മറ്റു മൃഗങ്ങൾക്ക് മനസ്സിലാകും സിംഹം വന്നിട്ടുണ്ട്. the other animals are, and prey is understanding that the lion has come. മാന് മനസ്സിലായി സിംഹം വന്നിട്ടുണ്ട്. Deer is understanding that the lion has come. Roaring. ഈ റോറിംഗ് 3 kilometers വരെ കേൾക്കാം. Roaring will be sounding till 3 kilometers. 3 kilometers കേൾക്കുമ്പോഴും ഫീൽ ചെയ്യുന്നത് ഇവിടെ റോർ ചെയ്യുന്നത് പോലെയാണ്. And the deer will feel that it is very near. So deer ഓടും. So deer will start running. മറ്റു മൃഗങ്ങൾ ഓടും. All other animals will start running. ഓടി കൃത്യമായിട്ട് എവിടെ ചെല്ലും? സിംഹത്തിന്റെ മുമ്പിൽ ചെല്ലും. They will run and exactly reach the lion itself. നിന്നെ അതുപോലെ കർത്താവാക്കാൻ God is പോകുകയാണ്. going to use you like that. നീ ഇവിടെ ഇരുന്ന് റോർ ചെയ്യാൻ പോകുകയാണ്. You are going to roar. നീ ഇവിടെ ഇരുന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ When you are making noise here, നിന്റെ ഇരകൾ നിന്റെ മുൻപിൽ വരാൻ പോകുകയാണ്. your praise are going to come to you. Come on, respond to the Holy Spirit. വാ വാ വാ. Judah, let the lion roar. Hail, hail, lion of Judah. Let the lion roar. Hail, hail, lion of Judah. Let the lion roar. Joshua. Hail, hail, lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. hail, hail, lion of Judah. Let the lion roar. Hail, hail, lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. hail, 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 lion of Judah. Let the lion roar. Hail, hail, lion of Judah. Let the lion. Come on, sing that. Clap your hands. Oh, hail, hail, lion of Judah. Not Pentecost clapping. Let the lion roar. താളത്തിൽ അടിക്കണം. 1, 2, 3, 4. 1, Let the 2. lion roar. Hey, Hail, hail, Lion of Judah. little bit Let more the foot drums. lion roar. Oh, hail, hail, Lion of Judah. Let the lion roar. roar, Roar. roar, Roar. roar, Roar. roar, roar. Come on, roar, Roar. roar,
Lion of Judah. Let the lion roar. Oh, hail, hail, Lion of Judah. Hey, Let the lion roar. hail, 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 hail. Lion of Judah. Let the lion roar. Hey, hey. Hail, hail, Lion of Judah. Sing the Malayalam. Let the lion Malayalam. roar. യഹൂദ ഗോത്രത്തിൽ സിംഹം ഗർജിക്കുന്നേ. യഹൂദ ഗോത്രത്തിൽ സിംഹം. ഗർജിക്കുന്നു. Hey, യഹൂദ ഗോത്രത്തിൽ. സിംഹം ഗർജിക്കുന്നു. Hey, hey. യഹൂദാ ഗോത്രത്തിൽ സിംഹം ഓഹോ. ഗർജിക്കുന്നു. Roar, 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 roar. Let's do that once again. Oh, hail, hail, Lion of Judah. Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Hey, hey. Hail, hail, Lion of Judah. Hey, Let the lion roar. Hail, hail, Lion of Judah. Let the lion roar. Let the lion roar. hey, hey. Hail, hail, Lion of Judah. Let the lion roar. Hail, 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 hail. Lion of Judah. Let the lion roar. Oh, Hail, hail, Lion of Judah. let the lion roar. Come on, try roaring. Roar. ഇങ്ങനൊന്നും പോകത്തില്ല. ഉറക്കെ. Let's go. 1, 2, 3. Wow, even more better. 1, 2, 3. Wow. ഇപ്പോൾ തന്നെ നിങ്ങൾക്കുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. Amen. പിടിക്കപ്പെടാത്തത് പലതും പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Amen. കീഴ്പ്പെടാത്തത് പലതും കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Amen. വിടുവിക്കപ്പെടാത്തത് പലതും ഇപ്പോൾ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. Amen. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടെ റോറിംഗ് ആമേൻ വാ തുറന്ന് 1, 2, 3 ഒരുമിച്ച്. Increase the scale. Amen. So അതാണ് സിംഹത്തിന്റെ പ്രത്യേകതകൾ. Amen. That is the speciality of a lion. അതേപോലെ തന്നെ ഈഗിളിനും പ്രത്യേകതകളുണ്ട്. Sorry. ഈഗിളിനും അതേപോലെ. So there is a speciality with eagle also. ഈഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈഗിൾ ഉയരങ്ങൾ കയറുന്നതാണ്. The specialty of the eagle is eagle soars high. കർത്താവിനാഥൻ സുരേഷ് ബാബു പാസ്റ്റർ ഇങ്ങനെ പറയാറുണ്ട്. Suresh Babu Pastor says like this. ഒരിക്കൽ ഒരു പക്ഷിയുടെ കല്യാണം നടക്കുകയായിരുന്നു. So once a marriage was happening. സോ എല്ലാ പക്ഷികളെയും ക്ഷണിച്ചു. So all the birds were welcomed. അപ്പോൾ ഒരു മഴയുണ്ടായിരുന്നു. So rain came. എല്ലാ പക്ഷികളും നനഞ്ഞാ വന്നത്. So all the birds came fully drenched in rain. ഈഗിൾ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം ഈഗിളിന്റെ മേലെ. When eagle came for that wedding, there is not even a single drop of water on eagle. പക്ഷികൾ ഈഗിളിനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു? So everyone asked the eagle, how is this ഞങ്ങളെല്ലാം possible? നനഞ്ഞല്ലോ. We all were നീ drenched. എങ്ങനെ നനയാതെ So വന്നു? how come you came without? ഈഗിൾ പറഞ്ഞു ഞാൻ മഴയുടെ മുകളിലൂടെ പറന്നു. So eagle said, I soared above the rain. നിന്റെ പ്രതികൂലങ്ങളുടെ മുകളിലൂടെ നീ പറക്കുന്ന വ്യക്തിയായി Amen. തീരാൻ. Sheta Radha Rabba. Come on, hallelujah. വചനത്തോട് പ്രതികരിച്ച് നിന്റെ പ്രതിസന്ധികളുടെ മുകളിൽ നീ പറക്കാൻ പോകുന്നു. കയറുക ഉയരങ്ങൾ കയറുക. ഇതുവരെ കയറിയിട്ടില്ലാത്ത ഉയരങ്ങൾ കയറുക. അടുത്ത ഉയരത്തിലേക്ക് പ്രവേശിക്കുക. Realms of the spirit. അടുത്ത ഉയരത്തിലേക്ക് നീ കയറി പോകുക. Climb up into the higher realms. Higher realms. Higher realms. നിന്റെ പ്രതിസന്ധികളുടെ മുകളിൽ കയറാൻ നിന്നെ കർത്താവ് സഹായിക്കും. God will help you to ascend over the realms of the problems. ഒരു വളർച്ചയുടെ അടയാളം കൂടിയല്ലേ? This is a sign of growth. നമുക്ക് കർത്താവ് വളർച്ചകൾ നൽകി തരും. God will give us growth. ഈ ലെവലിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ If you stand in that level, നമുക്ക് വരുന്ന ചില പ്രതികൂലങ്ങളുണ്ട്. there could be some hindrances. പക്ഷെ നീ അതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ But if you climb over it, അത് നിന്റെ താഴെ കൂടാ പോകുന്നത്. it is actually going bigger. ചിലപ്പോൾ ഈ നിലയിൽ വരുന്നത് കാണും ചിലപ്പോൾ. But there could be something in this level. പക്ഷെ കർത്താവ് വീണ്ടും നിന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ But the Lord will again promote you. അതിന്റെ താഴെയാണ്. And again it is below that. അത് നിനക്ക് വേറെ ഗുണമുണ്ട്. So one good thing is ആ സംഘർഷം നേരിടുന്നവരെ
താഴെ ആ സ്ട്രഗിൾസ് That struggles which you are going through, വേറെ ആളുകൾ നേരിടുന്നുണ്ടല്ലോ. there are other people. അവർ ആ ലെവലിലാണ്. They are that level. അവരെ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ You കഴിയും. can help them to ascend into higher realms. Amen. നീ ഹയർ റിലത്തിൽ നിൽക്കുകയാണ്. അവരെ കൈപിടിച്ച് നിനക്ക് ആ നിന്റെ റിലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വാ വാ വാ. Come on, respond. Hi. വാ 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 സഫര. റഫില സതര വില സഫര. That's your tabana. Come on, come on. Avana fasa. പറന്നുയരെ ക്ലൈംബ് ചെയ്യേ. അടുത്ത ഉയരത്തിലേക്ക് പോ. അടുത്ത ഉയരത്തിലേക്ക് കയറിപ്പോ. ആ മോളെ പരിശുദ്ധാത്മാവത്തോട് തൊട്ട് പ്രാപിച്ചു. ഈ ഭാഗങ്ങളിൽ ദൈവശക്തിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നിനക്ക് അടുത്ത ഉയരത്തിലേക്ക് കയറി പോകുവാൻ കഴിയും. F major. Go to the next level. Come on. Ascend to the higher level. Go to the next level. Amen. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങൾ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങൾ പറന്നിടുമേ. മേലെ ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഓ ഉയരേ ഞാൻ പറക്കും. ഞാൻ പറക്കും. ദൈവത്തിന്റെ പാടുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹേ ഉയരങ്ങൾ ദൈവത്തിന്റെ തേജസ് മൈക്കെടുത്ത് പാടി. ഓ ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓഹോ ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് മേലുദിച്ച് ഓ ഉയരങ്ങൾ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് മേലുദിച്ച് ഓ ഉയരങ്ങൾ പറന്നിടുമേ. മേലെ ഉയരേ ഞാൻ പറക്കും. ഞാൻ പറക്കും. ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. You be there, send it through someone else. ഞാൻ പറക്കും. You be there. ഉയരേ ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് ഓ ഉയരങ്ങൾ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് മേലുദിച്ച് ഓ ഉയരങ്ങൾ പറന്നിടുമേ. മേലെ ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം, യെസ് ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് ഓ ഉയരങ്ങൾ പറന്നിടുമേ. ഇതൊരു തേജസ്സിന്റെ റിവൈവല, ഗ്ലോറി റിവൈവല. ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഉയരേ ഞാൻ പറക്കും. ഉയരേ മേലെ ഉയരേ ഞാൻ പറക്കും. ഞാൻ പറക്കും. ഓ ഉയരേ ഞാൻ പറക്കും. ഞാൻ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ്സിന്റെ ഉദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് ഉദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഈഗിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, And another specialty of eagle is എല്ലാ പക്ഷികളും കാറ്റടിക്കുമ്പോൾ every bird, when the wind blows, കാറ്റിനോട് ചേർന്ന് അങ്ങോട്ടങ്ങ് പോകും. he will flow with the wind, or he will be taken away by the wind. എന്നാൽ ഈഗിളിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. But eagle has a different specialty. കാറ്റിന് എതിർത്താണ് പറക്കുക. Eagle flies against the wind. കാറ്റിങ്ങോട്ട് വരികയാണെങ്കിൽ If the wind is coming this way, കാറ്റിനെതിരെ പറക്കും. eagle flies against the wind. അങ്ങനെ ഒരു തലമുറ, Let generation like that. പ്രതികൂലങ്ങൾ വരുമ്പോൾ Even when problems വാ come, വാ 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 നിനക്കെതിരെ ഞാൻ പറക്കാൻ പോകും. I'm going to fly against you. സാഹചര്യങ്ങൾ അനുസരിച്ച് പറക്കുന്നവരല്ല, It is not flying according to the circumstances, സാഹചര്യങ്ങൾക്കെതിരെ പറക്കുവാൻ പ്രാപ്തിയുള്ളവർ. with a speciality of flying against the circumstances. ഈ ഉണർവിൽ അങ്ങനെ ഒരു തലമുറയാണ് കർത്താവ് In this revival, God is looking at such a kind of a generation. ഈഗിളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. Another specialty of eagle. വളരെ ചൂസിയാണ് ഭക്ഷണം. Eagle is very choosy on what it eats. ഈ ചത്ത് കിടക്കുന്നതിന് അഴുകിയതിനൊന്നും ഈള് കഴിയത്തില്ല. Eagle will never touch anything which is dead or rotten. വളരെ ചൂസിയാണ്. അതോടൊന്നിച്ച് തന്നെ ഈഗിൾ മുട്ടയിടുന്നത് പാറയിടുക്കുകളിലാണ്. In connection with that, eagle actually lays the eggs in the cleft of the rocks. മുട്ടയിട്ടതിന് ശേഷം ഇതിന് ഇര പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ, വേറെ എന്തെങ്കിലും ഇരകളെ അന്വേഷിച്ച് പോകുമ്പോൾ, And so after laying the egg, when eagle is going to find the prey, ഈഗിളിന്റെ മുട്ട തിന്നുക എന്നത് പാമ്പിന് വലിയ ഇഷ്ടമുള്ള കാര്യം. snake likes something to eat the eggs of the eagle. ഈഗിൾ എവിടെയാണെങ്കിലും ഈഗിളിന്റെ ഒരു കണ്ണ് കൂട്ടിൽ കാണും. Wherever eagle is, one eye will always be focused on the nest. ഏതെങ്കിലും ഒരു പാമ്പ് അവിടെ കാണാൻ കയറി കഴിഞ്ഞാൽ, If at all a snake comes near that, ഈഗിളിന് ഫാസ്റ്റ് സ്വിഫ്റ്റ് ആയിട്ട് ഇവിടെ a വരാൻ quick response will happen and the eagle will come. റോക്കറ്റ് വരുന്നത് പോലെ പറന്നു Like വന്നില്ല, a rocket it will come പാമ്പിനെ തട്ടിക്കളെ. and it will kill the snake off അതിന്റെ മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ട് with the sharp beaks, പാമ്പിനെ കട്ട് ചെയ്ത്. and it will cut off the snake. ഇനി ഈഗിളിന്റെ ഐസൈറ്റ് ഭയങ്കരമാണ്. And the eyesight of eagle is just awesome. 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് From 3 kilometers high, 5 സെന്റിമീറ്റർ ഉള്ള മീനെ കാണാൻ കഴിയും. he can see the 5 centimeter fish. വാ, നിനക്ക് ദീർഘദൃഷ്ടി കർത്താവ് തരാൻ പോകും. God is going to give you a special supernatural sight. You are going to see beyond what you can see. You're going to see what you're going to see beyond what you can naturally see. നിനക്ക് കാണുവാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Amen, amen. ഇപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാകുന്നുവെങ്കിൽ, Right now, if you are seeing all the problems in life, അതിനപ്പുറത്ത് നടക്കുന്ന ഉണർവിനെ കാണാൻ കഴിയുന്ന ഒരു an generation. eyes which will enable you to see the revival beyond that. അങ്ങനെ ഒരു കാഴ്ച ശക്തി ഈ തലമുറയ്ക്ക് ഉണ്ടായിരിക്കും. An eyesight is coming like that. ഞാൻ ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അത് ഇവിടെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. And as I am declaring this, because the portal is open, it is falling down, it's raining down, and these are things which happen in the supernatural realm. പ്രായവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഇത് കിട്ടും. Anyone without any age gaps, you can receive നിന്റെ it. കാഴ്ച ശക്തി മാറാൻ പോകുകയാണ്. Your eyesight is going to change. ഇപ്പോൾ നീ കാണുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ നീ You're കാണാൻ going to see പോകുകയാണ്. beyond what you normally see. അത്തരത്തിലുള്ള കാഴ്ച ശക്തി കർത്താവ് തരാൻ പോകുകയാണ്. God is going to give you that kind of an eyesight. പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ തകർന്നുപോയ ഒരുപാട് പേരുണ്ട്. There are many people who were shattered when problems came in their lives. എന്നാൽ ഈ ലയൺ ഈഗിൾ ജനറേഷൻ പ്രതിസന്ധിയുടെ മുൻപിൽ തകരത്തില്ല. But the lion eagle generation will not fail in the situations of problems. നിന്റെ സാഹചര്യങ്ങളുടെ മുൻപിൽ നീ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ, If you are stuck that you are not able to go beyond the current circumstances, ഈ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്റ്റാൻഡിങ് ഇൻ സർക്കിൾ എന്നാണ്. the meaning of the word circumstance itself is you're standing inside a circle. സ്റ്റാൻഡിങ് ഇൻ സർക്കിൾ. Standing in circle. അയ്യോ, നീ ആ സാഹചര്യങ്ങളുടെ വൃത്തത്തിൽ തുടരാൻ വേണ്ടിയുള്ള വ്യക്തിയല്ല. You're not a person called to continue in that circumstance. അതിനെ Like അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള വ്യക്തിയാണ്. you're called to break open that.
പക്ഷെ അതിനൊരു ചെറിയ മാറ്റം ഉണ്ടാണ്. But there's a small change to ഈ happen. സർക്കംസ്റ്റാൻസസ് സ്റ്റാൻഡിങ് ഇൻ സർക്കിൾ അവരുടെ പ്രശ്നം The എന്താണെന്നറിയാം? problem of standing in circle is അവർ ഈ സർക്കംസ്റ്റാൻസസിനെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. they are always focusing on the circumstances. ഈ പ്രോബ്ലം, This problem, that problem, this problem. ഒരു രക്ഷയില്ല. No way. എന്നാൽ നീ നേരെ തല മേളോട്ട് If ഉയർത്തുകയാണ്, you lift up your head high, നിന്റെ നോട്ടം മാറുകയാണെങ്കിൽ the way that you see is changing. ഹോളി സ്പിരിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ Holy പോകുകയാണ്. Spirit will lift you up. പറക്കുന്ന ഒരു ജനറേഷൻ, A generation which will fly. നിന്റെ സാഹചര്യങ്ങളുടെ മുകളിലേക്ക് കയറി വന്നിട്ട് ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. You will climb up the circumstances and you will fly over the situation. അത്തരത്തിലുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ചാടി പിടിച്ചോ. Is there someone like this? Come on, catch it. വാ, നിനക്കുള്ള ദൂത പിടിച്ചോ. Come on, respond. Respond, respond, respond. നിനക്കുള്ള ദൂത, നിനക്കുള്ള ദൂത, നിനക്കുള്ള ദൂത, നിനക്കുള്ള ദൂത. Lion Eagle generation, Lion Eagle generation, Lion Eagle generation. Come on. Come on, come on, respond, respond, respond. Speak Please. in other tongues. El habja bil hatada. Come on. Labre sabri la safela rafa sat. സംസാരിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക, അന്യഭാഷകളിൽ സംസാരിക്കുക. Speak in tongues, speak in tongues. നിന്റെ സ്പിരിച്വൽ ദഹനേന്ദ്രിയങ്ങൾ ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യട്ടെ. നിന്റെ സ്പിരിച്വൽ ഡൈജസ്റ്റീവ് system, spiritual digestive system, let it function now. നീ ടങ്സിൽ സംസാരിക്കുമ്പോൾ When you speak in tongues, this is spiritual digestive system. spiritual digestive system, let it function. നീ ഇപ്പോൾ കേട്ട വചനം The word that you heard, നിന്റെ സിസ്റ്റത്തിൽ എനർജിയായി തീരാൻ പോകുകയാണ്. it is going to be inside your system. Come on. Labja bil riba sakata. Jalla batara sabaratara. Esha fa rasafala. Rashafe lasafera safara sata. Take it. Jabila para safetara balga badara. Yakjabila rafaka safiratara spalga badara. എല്ലാ പാസ്റ്റേഴ്സിന്റെ മേലും ഈ ക്വാളിറ്റീസ് യേശുവിൻ നാമത്തിൽ പകരപ്പെടട്ടെ. ആ ചെറുപ്പക്കാരന്റെ മേൽ പകരപ്പെടട്ടെ. നീ ഒരു ലയൺ ഈഗിൾ ജനറേഷന്റെ ഭാഗമാ. സ്വീകരിച്ചോ, വിശ്വസിച്ചു, സ്വീകരിച്ചോ. ആ പുറകിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മേൽ ഒരു ലയൺ ഈഗിൾ ജനറേഷന്റെ ഇംപാർട്ടേഷൻ ഉണ്ടാകട്ടെ. വിശ്വസിച്ചു, സ്വീകരിച്ചോ. ടേക്ക്. യെസ് പാസ്റ്റർ, ഈ പറഞ്ഞതെല്ലാം യേശുവിൻ നാമത്തിൽ ഇന്നു മുതൽ ഈ പാസ്റ്ററുടെ ശുശ്രൂഷയിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ലബ്ര ഫില സഫ്രാതനി സൈകദലി വൻറിബിന സബറതന ദിഗൽകര. ഒരു സാഹചര്യത്തിനും നിന്നെ ഇനി പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. No circumstances can hold you back. ഒരു തടസ്സങ്ങൾക്കും നിന്നെ ഇനി തടയുവാൻ No കഴിയത്തില്ല. hindrances can hinder you. സകലത്തിനെയും തകർത്ത് നീ പുറത്തു വരാൻ പോകുകയാണ്. Everything is broken, you're coming out. പ്രതിസന്ധികളെ തകർത്ത് നീ പുറത്തു വരാൻ പോകുകയാണ്. You're going to break all circumstances, you're coming out. കാരണം നിനക്കൊരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്. Because you have a glorious future. നിനക്കൊരു ഗ്രേറ്റ് മിനിസ്ട്രി ഉണ്ട്. Great ministry is there. Take. സ്വീകരിക്കുക. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന പാസ്റ്റേഴ്സ് ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കട്ടെ. Those pastors who have come from other nations, receive. ഒരു സാഹചര്യത്തിലും നിന്നെ തടയാൻ കഴിയില്ല. No circumstance can stop you. നെഗറ്റീവ് സാഹചര്യങ്ങൾക്കൊന്നും നിന്നെ Negative തടയാൻ- circumstances, ഒരു പ്രതിസന്ധികൾക്ക് നിന്നെ തടയാൻ കഴിയില്ല. problems cannot stop you. നീ ഒരു ഈഗിൾ ലൈൻ ജനറേഷൻ. You're an eagle lion generation. ഇതിനെ മുഴുവൻ തകർത്ത് നീ പുറത്തു വരാൻ പോകുക. You're going to break open all these things and come കാരണം out. നിനക്കൊരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്. Because you have a great future. ഒരു ഗ്രേറ്റ് മിനിസ്ട്രി ഉണ്ട്. You have a great ministry. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ എല്ലാം ശുശ്രൂഷ 10 മടങ്ങ് വർദ്ധിക്കാൻ പോകുന്നു. Hey, amen. Receive it. വാ. All the anointed people sitting here, your ministries are going to multiply 10 times. 10 times. Tenfold. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ 10-fold വർദ്ധിക്കാൻ Whatever പോകുന്നു. you're doing now, tenfold increase. യേശുവിൻ നാമത്തിൽ 2024 അത് സംഭവിക്കാൻ പോകുന്നു. 2024 is happening in Jesus' നീ name. അത് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചു. For those who are believing, receive it now. Take it. വാ. Serata, Cobras, ദർബ ശബ്രേല ചാബല. Lebro, അശഫ ലഗസ ഫല്ലസ. Siri. رب يبيس فرت رب Hey, Siri. جل رب سفر زي ساتر بس لا سفر سفة البراسة دي
Rabba Safela Safela Safra Satadeli. Lebrena Vasina Frida Bisekatorili Amatana. In Jesus' name. യേശുവിൻ നാമത്തിൽ Amen.